ഈ ഒരു കരിയർ ട്രാൻസ്മിഷൻ പ്രോഗ്രാമിലൂടെ ആക്ച്വലി നമ്മൾ ഒരു ജോബാണോ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്, അതല്ല എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതൊരു ജോബ് പ്രൊവൈഡിങ് ആണ്, അല്ലെങ്കിൽ ജോബിലോട്ട് എത്തുക എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജോബിലോട്ട് എത്തുക അല്ലെ ജോബ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സ്കിൽസ്, അതല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ്, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അറിവ്, അത്തരം ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മറൈസ് വേർഷൻ ആയിരിക്കും എൻഡ് ഓഫ് ദി ഡേ ആൾ നല്ലൊരു ജോലിയിലോട്ട് എത്തുക എന്നുള്ളത്. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, നമ്മളുടെ ഒരു എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല ആളുകളും ആ ജോബ് എന്നുള്ള ഫൈനൽ പോയിന്റിലോട്ട് എത്തുന്നില്ല. സോ ഇവിടെയാണ് ക്യൂബേ കരിയർ എന്ത് ചെയ്യുന്നുള്ളത്, ഒരു ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ലാക്കിങ്ങുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ആ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ലാക്കിങ്ങുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നല്ലതുപോലെ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അതിനെ ഒരു വ്യക്തമായ രീതിയിലൂടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള, നേരത്തെ ചോദിച്ചതുപോലെയുള്ള ഫൈനൽ ജോബ് അല്ലെ നിങ്ങളൊരു കരിയർ എന്നുള്ളതിലോട്ട് നിങ്ങൾ ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നുള്ളത്. സോ ഡെലിവറി ചെയ്യുന്ന സമയം നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡെയിലി ഒരു 10 to 15 അല്ലെങ്കിൽ മോർ ദാൻ 40 ആപ്ലിക്കേഷൻ റെഗുലർലി നമുക്ക് വരുന്നതായിരിക്കും. അപ്പം അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽ ആണെങ്കിലും മാത്രം അവരുടെ ഒരു ഫസ്റ്റ് കൺസൾട്ടിങ്ങിലോട്ട് അവരെ ഓൺബോർഡ് ചെയ്ത് അതിന് ശേഷമായിട്ട് ഫർദർ ആയിട്ടുള്ള പ്രോസസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.